എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്, പ്രതിസന്ധിയിലും പിടിച്ചു നിന്നത് നിന്റെ കഴിവല്ല, ദൈവം നിനക്ക് കൃപ തന്നതാണ്. നീ ഈ വയലിൽ വന്നത്, ഈ ദൈവ സഭയ്ക്കകത്ത് വന്നത്, ദൈവ സാന്നിധ്യത്തിനകത്ത് വന്നത്, ദൈവത്തിന്റെ പുതപ്പിന്റെ അടിയിൽ നീ വന്നത്, ദൈവ കൃപയ്ക്കകത്ത് നീ വന്നത്. ഒരുപക്ഷെ അവിചാരിതമെന്ന് തോന്നാം, ഇത് അവിചാരിതമല്ല. ഏറ്റെടുക്ക്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ, നിനക്ക് വേണ്ടി ഇന്നുവരെ ആരും തുറക്കാത്തൊരു വാതിൽ തുറക്കാൻ, നിനക്ക് വേണ്ടി ആരും കണ്ടിട്ടില്ലാത്തൊരു അത്ഭുത കരം ചലിപ്പിക്കാൻ, ആമേൻ, ഒരുപക്ഷെ ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് രൂത്ത് എന്തിനാ ബോവസിന്റെ വയലിൽ വന്നേന്നറിയോ? എന്തിനാ ബോവസിന്റെ വയലിൽ വന്നേ? കാലാപെറുക്കാനാ. എല്ലാവരും പെറുക്കിയിട്ട് അവശേഷിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് പെറുക്കിയെടുക്കാനാ ഇവള് വന്നേ. ആമേൻ. നമ്മളൊക്കെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി ഇതുപോലെ ചെറിയ ചെറിയ കാലാപെറുക്കാനാ, ചെറിയ ചില വിഷയങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി. ഒരുപക്ഷെ ഈ വയലിൽ വന്നത് ചെറിയ വിഷയം, ഒരുപക്ഷെ തലവേദന മാറാനായിരിക്കും, അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരിക്കും. ഈ ദൈവസന്നിധി വന്നത് ഒരുപക്ഷെ ചെറിയ ചെറിയ വിഷയങ്ങൾ, കാലാപെറുക്കുന്നത് പോലെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എന്നാൽ കാലാപെറുക്കാൻ വന്ന നിനക്ക് വേണ്ടി ചില കതിരുകളെ വലിച്ചിട്ട് തരുന്ന, ഒരു വലിയ ദൈവ സാന്നിധ്യം ഹോളിനകത്ത് ഞാൻ അനുഭവിക്കുക. വലിയ ദൈവ സാന്നിധ്യം. ഈ ചെറിയ വിഷയത്തിന് വേണ്ടി കരഞ്ഞെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അവന്റെ കരഞ്ഞ ചില വിഷയങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി വന്ന് മുട്ടുമടക്കിയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നീ ചോദിച്ചതിനേക്കാൾ, നനച്ചതിനേക്കാൾ ചില കട്ടകളെ വലിച്ചിട്ട് തരുന്ന, ചില നന്മകളെ വലിച്ചിട്ട് തരുന്ന, നിന്നെ തൃപ്തീകരിക്കുന്ന, നിന്റെ പുതപ്പിനകത്ത് നിനക്ക് മാത്രമല്ല, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മാത്രമല്ല, നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ അറിയുന്ന, അവൻ നിറച്ചുവിടുന്നൊരു ദൈവം. ഏറ്റെടുക്ക. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോകുന്നത് വെറും കയ്യോടെ അല്ല. അവൻ നിന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറപ്പെട്ടവളായിട്ട് അല്ല ദൈവം നിന്നെ